എനിക്ക് മതിയായില്ല. ക്ലീറ്റോ ഇല്ല, മതിയായി. ക്ലീറ്റോ എന്ത് നീ കൊച്ചു പിള്ളേരെ പോലെ എന്താ ക്ലീറ്റോ? പിള്ളേരെ പോലെ നിനക്ക് എന്റെ അവസ്ഥ അറിഞ്ഞൂടാത്തോണ്ടാ. സാറില്ല, നമുക്ക് അതൊക്കെ ചുമ്മാക്ക് തങ്ക, നീ അവനോട് കൂടി എന്തിനാ എന്നെ സപ്പോർട്ട് ചെയ്യണേ? വേണ്ടടി. അങ്ങനെ പറയല്ലേ ക്ലീറ്റോ, എനിക്ക് ക്ലീറ്റോ കഴിഞ്ഞിട്ടില്ലല്ലോ. ക്ലീറ്റോ കഴിഞ്ഞിട്ട് എന്റെ രാഷ്ട്രീയ ഭാവി താർക്കാൻ വേണ്ടി ഞാൻ അവൻ എന്ത് തെറ്റ് ചെയ്തടി അവനോട്? സാറില്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ ചെയ്യില്ല. ഇതാണ് നിനക്ക് ഇപ്പോഴും അവനെയാണ് വിശ്വാസം, എന്നെ വിശ്വാസമല്ല. നല്ല ക്ലീറ്റോ, എന്റെ ദേഹത്തോട്ട് വരുന്നത് ഞാൻ അവസാനിപ്പിച്ചോളാം. ക്ലീറ്റോയുടെ രാഷ്ട്രീയ ഭാവിയെ ആലോചിച്ച് നീ ആരും വിഷമിക്കണ്ട, ഞാൻ അവസാനിപ്പിച്ചോളാടി. എന്ത് നീ പറയണ ക്ലീറ്റോ? ചുമ്മാ എന്റെ ആങ്ങളുണ്ടല്ലോ, അവന് എന്റെ ശരീരം തിന്നാൻ കൊടുത്തോണം. ഞാന് ഇവിടെ കെട്ടി തൂങ്ങിച്ചാവാൻ പോവുക. എത്രയെന്ന് പറഞ്ഞാണ് ക്ഷമിക്കുന്നത്? ഞാൻ ഒരുപാട് ക്ഷമിച്ചല്ലേ. ഇന്ന് അവൻ എന്നെ മേളിൽ ഇങ്ങനെ വിളിച്ചു പറയാനായിട്ട് ഇത് ഇവൻ തന്നെയാണ് ഇത് ചെയ്തത്. എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കണേ? എന്റെ ദേഹത്തോടരുത്. നിനക്ക് നിന്റെ ആങ്ങളല്ലേടി വലുത്. വേണ്ട, ക്ലീറ്റോക്കിനെ ആരും വേണ്ട. ഞാൻ എനിക്ക് മനുഷ്യനെ മരിക്കാനും സമ്മതിക്കൂലേ നീ? പേടിച്ചുപോയി. ഞാനെല്ലാം നോക്കിക്കോളാം. എനിക്കിനൊന്നും വേണ്ട. ഞാൻ ആരും ചോദിക്കാനും പറയാനില്ലാത്തോളല്ലേ. എല്ലാവരോടും വലിയ തെറ്റിയതല്ലേ. സ്നേഹിച്ച ആളുടെ കൂടെ ഒളിച്ചോടി പോയി, സമ്മതിച്ച്. അതിന് ഇത്രയൊന്നും ദ്രോഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മനസ്സിലുള്ള സ്നേഹത്തിന് ഒരംശം ഇവനുണ്ടായിരുന്നെങ്കിൽ ഇവൻ എന്നോട് ഇത് ചെയ്യോ? എനിക്കൊരു കുഞ്ഞായി, ഞങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കല്ലേ. ആരും ഒന്നും പറയണ്ട, അമ്മയും മിണ്ടണ്ട. മോനെ സൈഡ് പിടിച്ച് നിന്നോ. എടാ നീ എന്താ ചിരിക്കണത്? ഞാൻ പിന്നെ എന്ത് വേണമാവാ? എടാ അവിടെ ഇത്ര സീരിയസ് ആയിട്ടൊരു കാര്യം എന്നെ വിളിച്ച് കരഞ്ഞു പറയുമ്പോ അതിലെന്തോ സത്യമുണ്ട്, അതറിയാനാ ഞാൻ വന്ന്. എന്ത് സത്യം? എനിക്ക് അറിഞ്ഞൂടാ ഇതിലെന്താ സംഭവം എന്നുള്ളത്. എന്തിനാ ഇവള് കരയണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ജോലി കളഞ്ഞത് ആരാടാ? എന്ത് ജോലി? ജോലിയാ? എന്ത് ജോലി? പാർട്ടിയുടെ ജോലി. പാർട്ടിയുടെ ജോലി? എന്ത്? നീ എന്താ ചൊന്ന് തെളിച്ച് പറയ്. ക്ലീറ്റോന് ഇവിടുത്തെ പാർട്ടിക്കാരുടെ ഉള്ളില് ഒരു ജോലി ഉണ്ടായിരുന്നു. നീ മിണ്ടാണ്ടിരിക്കടാ, അവള് പറയട്ടെ. ആ ജോലി അങ്ങ് ജില്ലയിൽ കിട്ടുമായിരുന്നു. അതിന്റെ തെരഞ്ഞെടുപ്പിക്കാൻ ഇവ സമ്മതിച്ചില്ല. ഓ നീ ഒന്ന് ഇറങ്ങി പോണ്ടാതിരിക്കടാ. എടി പോത്തെ, രാഷ്ട്രീയ ഒരു ജോലിയല്ല, അതൊരു സേവനാണ്. അവൻ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, അവിടുന്ന് കയറ്റം കിട്ടിയിട്ട് ജില്ലാ കമ്മിറ്റിയിലേക്കായി. അങ്ങനെ പറ. ഇനി എന്താ അത് പറ. എന്നിട്ട് ഇവനത് മുടക്കി. മുടക്കിയോ? ഞാൻ എങ്ങനെ മുടക്കിയത്? നീ ആരാട്ടിനും കൈക്കൂലി എടുത്തിട്ട് ക്ലീറ്റോനെ മത്സരിപ്പിച്ചില്ല. എടി പൊട്ടത്തെ പാർട്ടിയാണിത്. പാർട്ടിയിൽ ആരൊക്കെ വേണം, എവിടേക്കൊക്കെ അവരെ സ്ഥാനങ്ങൾ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, അല്ലാണ്ട് ലൈൻമാൻ ആയിട്ടുള്ള ഞാനാ. അല്ല, അങ്ങനെ അങ്ങോട്ട് ന്യായീകരിക്കണ്ട. കാശ് കൊടുത്തു കഴിഞ്ഞ് പിടിപാടുണ്ടെങ്കിലേ പാർട്ടിയിലെ ഉന്നതന്മാരെ സ്ഥാനം മാറ്റാനൊക്കെ കഴിയും. നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറ. എന്റെ അമ്മാവ, ഞാൻ വിചാരിച്ച എന്ത് നടക്കുന്ന ഈ പറയണത്? ഇവരുടെ പാർട്ടിയിലെ കാര്യങ്ങൾ നടത്തുന്നത് ഞാനാണോ? ഈ ചേച്ചിക്ക് ഇതൊന്നും അറിയണില്ലേ? അമ്മ കേൾക്കൂല, അമ്മ മോന്റെ സൈഡ് മാത്രമേ കേൾക്കുള്ളൂ. അഴകേശ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. യവന്റെ ഉന്നത സ്ഥാനം അവന്റെ ഉന്നത സ്ഥാനം കളഞ്ഞു. എന്തുകൊണ്ടാ? ഇവന് ഇഷ്ടമല്ല ക്ലീറ്റോ നന്നാവണത്. ഇവന് ഇഷ്ടമല്ല. ഞങ്ങൾ നന്നായി പോവില്ല. ഞാനും എന്റെ കൊച്ചു രക്ഷപ്പെടില്ലേ. അത് വളരെ കറക്റ്റാ. കാരണം എനിക്ക് ഇവര് തീരെ ഇഷ്ടമല്ലല്ലോ. ക്ലീറ്റസിനെയും തങ്കത്തിനെയും ഈ കൊച്ചിനെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് നിങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാലോ. എടാ നീ തമാശ പറയല്ലേന്ന്, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാ നീ. അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയണം അമ്മാവ? എടാ കനക, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല, കണ്ണ് പോയി കഴിഞ്ഞാൽ അതിന്റെ വില അറിയൂ. അമ്മാവൻ എന്തായി പറഞ്ഞോണ്ട്? എടാ അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ കുട്ടിയുടെ കാര്യം നീ ആലോചിച്ചിട്ടുണ്ടോ? അവര് വഴിയാധാരാവും. പിന്നെ ജീവിതകാലം മുഴുവൻ നീ നോക്കി നടക്കേണ്ടി വരും. അതെ, ഈ തങ്കം പറയുന്ന പോലെ തന്നെ അമ്മാവൻ പറയാൻ നിൽക്കല്ലേ. കാര്യം അറിയാതെ വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് അതല്ല ഞാൻ ചോദിക്കണ എന്താണ്ടായി. എനിക്ക് അറിഞ്ഞൂടാ. അമ്മയും കൂടി കേൾക്കാനായിട്ട് ഞാനൊരു കാര്യം പറയാ. എന്റെ ക്ലീറ്റോനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ മോള് പിന്നെ ഉണ്ടാവില്ല. നിങ്ങൾ ഞങ്ങളെ കാണൂല. എടി തങ്കം, നീ ഒന്ന് ക്ഷമിക്കേ. അവന്റെ സ്വഭാവം എനക്ക് അറിയാലോ. എന്നിവരോട് ശരിയാക്കി തരാൻ പറ. കനക, ഞാൻ ഒരു കാര്യം പറയാം.
നീ അത് കളിയാക്കിയിട്ട് എടുക്കരുത്. കാര്യത്തോളം എത്തിയാലത്തെ അതിന്റെ ഗൗരവം എനക്കറിയില്ല. നീ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേഗം മാറ്റിയിട്ട് അവന് കിട്ടുന്ന പദവി കിട്ടിക്കോട്ടടാ. എന്റെ അമ്മാവ പാർട്ടിക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്കിടയിൽ ഞാൻ എന്ത് ചെയ്യാൻ? എന്റെ വാക്കിന് എന്താണ് വില? എടി എന്റെ വാക്കിന് എന്താണ് വില? ഞാൻ ആർക്ക് കൈക്കൂലി കൊടുക്കാം? എന്റെ കയ്യിൽ എന്താ കൈക്കൂലി? ഞാൻ പൈസ കെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടോ? നീ അതെ നീ ഇതിനെ കരച്ചിൽ നിർത്തിക്കോട്ടാ. നിന്റെ ഒരു കൈ മുറിഞ്ഞ എനിക്ക് സഹിക്കില്ല. എന്നിട്ട് നീ എന്നോട് ഇത് ചെയ്തല്ലോ. ഈ പോത്തിന് പറഞ്ഞാ മനസ്സിലാവണില്ലാന്ന്. അതെ എന്താണ് കരണേ? അത് ശരിയാക്കി ഡാടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഇതിങ്ങനെ കളിയാക്കി എടുക്കല്ലേ. നീ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ. ഒന്നും അറിയാണ്ട് അവൻ അങ്ങനെ ചെയ്ത് അവിടെ പോയി കിടക്കില്ല. അവൻ എന്തെങ്കിലും പറ്റി കുട്ടികൾ വഴിയാധാരായുണ്ടല്ലോ, പിന്നെ ഞാൻ കൂടി തിരിഞ്ഞു നോക്കില്ല. അമ്മാവ് അന്തല്ലാണ്ട് പറയാൻ നിൽക്കല്ലേ. എന്തേ ഇത് എന്താണ് ഇവള് പറഞ്ഞു കേട്ടത്? അതേപോലെ അമ്മാവൻ പറഞ്ഞ എങ്ങനെയാണ്? എടാ നീ ഒന്ന് ചിന്തിക്കടാ. ഞാൻ എന്താണ് ചിന്തിക്കണേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞ പേരുടെ ഈ മറ്റേ ക്ലീറ്റോന്റെ സാധനം തിരിച്ചു കിട്ടുമോ? കിട്ടും. എനിക്കറിയാം നിനക്ക് ചില അവന്റെ പാർട്ടിയിൽ ചിലരായിട്ട് പിടിപാടിനൊക്കെ എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ രണ്ടുപേരും എന്റെ വയറ്റിൽ നിന്ന് വന്നതല്ലേ, അവന്റെ കാര്യം വിട്. അവൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ എവിടെ നമ്മൾ എങ്ങനെ സഹിക്കും? നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ എന്റെ പൊന്നു മോനെ അതൊക്കെ സാധിച്ചു. എന്തെങ്കിലും ചെയ്യാമെങ്കിലൊക്കെ ഇല്ല. ഇവൻ ഇപ്പൊ എന്തെങ്കിലും കണ്ടമുണ്ടി അതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. എന്നിട്ട് അവനെ വല്ല പദവിയും കിട്ടാണ്ടെങ്കിൽ അതാണ്ട് മേടിച്ചു കൊടുക്കണം. അമ്മാമനെ പറയണ കളിക്കാൻ നിന്നാണ്ടല്ലോ. ആഹാ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കില്ല. വാശിയും വൈരാഗ്യം വെച്ചിട്ട് എന്തിനെങ്കിലും അവിടെ ഇറങ്ങിപ്പെടും. കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയാലോ പിന്നെ ഖേദിച്ചിട്ടും ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. ഓരോരോ വണ്ടിയും മേലും വരുത്തി വെച്ചു. എന്നെ കൊണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുമോ? Alien versus Alien.